ഇന്ന് നമുക്കൊരു അടിപൊളി ഐസ്ക്രീം ആയാലോ? ഈ ചൂട് സമയത്തൊന്ന് ചില്ലായിട്ടും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം നമുക്കിവിടെ മാംഗോ സീസൺ അല്ലേ? അപ്പം മാങ്ങ വെച്ചിട്ട് ഞാനൊരു മാംഗോ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് വെക്കേഷൻ ടൈമല്ലേ, പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിള്ളേർക്കും ഉണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 നല്ല പഴുത്ത മാങ്ങയാണ് വേണ്ടത്. നമ്മൾ കടയിലൊന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പം നല്ല മാംഗോ സീസണായിട്ട് വീട്ടിൽ തന്നെ നല്ല മധുരമുള്ള മാങ്ങ കിട്ടും. നല്ല പഴുത്ത മാങ്ങ, നല്ല കളറുള്ള മാങ്ങ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. മാങ്ങ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. 2 വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള മാങ്ങയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങയാണ് കേട്ടോ ഇത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കഴിവതും നമ്മൾ നാരില്ലാത്ത മാങ്ങ വേണം എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിലോട്ട് ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഇത്രയുമല്ല മധുരം ഞാൻ പിന്നെ ചേർക്കും. എന്നിട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുമ്പം നമ്മൾ കേക്കിനൊക്കെ എടുക്കുന്ന പോലെ അത്രയൊന്നും സ്റ്റിഫ് പീക്ക് ആക്കണ്ട. ഈ ഒരു ടെക്സ്ചർ മതിയാവും, ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഒരു 1/4 കപ്പ് ഐസിങ് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ മാംഗോയുടെ പൾപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഒരു സ്പാച്ചിലോ ഒരു സ്പൂണോ വെച്ച് ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി നമുക്കിത് ഫ്രീസ് ചെയ്യാം. ഒരു മാക്സിമം ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നല്ല ടെക്സ്ചറുള്ള ഐസ്ക്രീം കിട്ടും. അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ഇരിക്കണം. എന്നാലേ ഐസ്ക്രീമിന് അതിൻ്റേതായ ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. നമ്മൾ സ്കൂപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും പിന്നെ നമുക്ക് കിട്ടുന്ന ആ ലുക്കും അങ്ങനെ അത്രയും ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഒന്നുകിൽ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 10 ഹവേഴ്സൊക്കെ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മാംഗോസും കൂടെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. അത് നമ്മൾ ഇത് സ്കൂപ്പ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലെയാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാനിവിടെ ഒരു സ്കൂപ്പർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സ്കൂപ്പ് ചെയ്ത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് ഒരു ഗ്ലാസ്സിലോ ഇടുന്നുണ്ട് കേട്ടോ. നല്ല മണമാണ്, തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് മാംഗോയുടെ. നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല, അതിനേക്കാളും ടേസ്റ്റായിട്ട് നല്ല ഒരു മണവും ഒക്കെയാണ്. കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു മാംഗോ ഐസ്ക്രീമാണ്. ഈ ചൂട് കാലത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന, പിള്ളേർക്കും തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. മാംഗോ വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാംഗോ ഒക്കെ കാണും, സീസണല്ലേ മാംഗോ സീസൺ. ഇപ്പോൾ മാംഗോ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മാംഗോ എസൻസ് ഉണ്ടല്ലോ, ടൈഗറിൻ്റെ മാംഗോ എസൻസ്, അത് ചേർത്ത് 1-2 ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവറും കളറും കിട്ടും. പക്ഷേ ഞാനതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഹോം മെയ്ഡായിട്ട് യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും പിള്ളേർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എങ്ങനെ ഇന്ന് തന്നെ പോയി ഉണ്ടാക്കി നോക്കുന്നില്ലേ? എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ടാറ്റാ.